ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ പ്രോട്ടിയോസോംസ് എന്താണെന്നാണ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ കാണാൻ പോകുന്നത്. എന്താ പ്രോട്ടിയോസോം? കേട്ടിട്ടുണ്ടോ പ്രോട്ടിയോസോം എന്താണെന്ന്? പ്രോട്ടിയോസോം എന്ന് പറയുന്നത് ചില പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. പ്രോട്ടീൻ കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അതിനകത്ത് കുറേ പ്രോട്ടീൻസ് ഒന്നിച്ച് ചേർന്നിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അപ്പോൾ എന്താ ഇത്, എന്ത് ഡ്യൂട്ടി ഇത് ചെയ്യുന്നത്? ഇത് പിന്നെ അൺവാണ്ടഡ് മിസ്ഫോൾഡഡ് ആയിട്ടുള്ള ആവശ്യമില്ലാത്ത പ്രോട്ടീൻസിനെ ഡീഗ്രേഡ് ചെയ്യുകയും റീസൈക്കിൾ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോട്ടിയോസോമിൻ്റെ ഫങ്ഷൻ. മനസ്സിലായോ? നമുക്കിപ്പോൾ ആവശ്യം ഇപ്പം എന്തെങ്കിലും സാധനങ്ങൾ അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ ആക്രിയൊക്കെ പറക്കി കൊടുത്തിട്ട് ആക്രി അത് സ്ക്രാപ്പ് അല്ലേ, ആക്രി അതിനെ എന്തുവാണ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് വീണ്ടും റീസൈക്കിൾ ചെയ്തില്ലേ, അതുകൊണ്ട് നമ്മുടെ സെല്ലിനകത്തുള്ള പിന്നെ പ്രോസസ്സിങ് യൂണിറ്റ് ആണ് അല്ലേ പ്രോട്ടിയോസോം നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം ഇത് എവിടെയൊക്കെ വരുന്നുണ്ട്? ആർക്കി ബാക്ടീരിയയിലുണ്ട്, യൂകാരിയോട്ടിക് ഓർഗാനിസംസിലുണ്ട്. ഇനി നമുക്കൊരു സെല്ലെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ എവിടെയൊക്കെ കാണാം? ന്യൂക്ലിയർ കമ്പാർട്ട്മെൻറ്റിലും കാണാൻ പറ്റും, സൈറ്റോപ്ലാസ്മിക് കമ്പാർട്ട്മെൻറ്റിലും കാണാൻ പറ്റും. അതിൻ്റെ സ്ട്രക്ചറിലോട്ട് പോകാം. എന്താ അതിൻ്റെ ഫീച്ചേഴ്സ്? ഇതാണ് പുള്ളിയുടെ അപ്പിയറൻസ് പ്രോട്ടിയോസോമിൻ്റെ. കണ്ടോ, ഒരു മൾട്ടി, കണ്ടോ, ഇതിനകത്തെല്ലാം കുറേ പ്രോട്ടീൻസ് ചേർന്നിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. മൾട്ടി സബ് യൂണിറ്റ്. ശ്രദ്ധിച്ചേ, പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്നതുകൊണ്ട് പ്രോട്ടിയേസ് എന്ന് വിളിക്കാം. പ്രോട്ടിയേസ് കോംപ്ലക്സ് ആണ്. ഇതിൻ്റെ ഒരു പോർഷൻസ് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഒരു കോറുണ്ട്, അതിനെ 20S കോർ എന്ന് പറയും. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ആ കോർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൈലി കൺസേർവ്ഡ് ആണ്. നമ്മൾ ആർക്കി ബാക്ടീരിയ മുതൽ ഹ്യൂമൻ ബീയിങ്സ് വരെ എടുത്തു നോക്കിയാൽ ആ ഒരു 20S കോറിൻ്റെ പ്രോട്ടീൻ യൂണിറ്റ്സിനോ അമിനോ ആസിഡ് സീക്വൻസിനോ ഒന്നും ഒരു ചേഞ്ചും ഇല്ല, അത് കൺസേർവ്ഡ് ആണ്. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ നോക്കി ഒരു ബാരൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഒരു 4 ആനുലർ റിങ്സ് ചേർന്നിട്ടാണ് കേട്ടോ. ഈ റെഡ് മുതൽ നോക്കിയാൽ മതി, റെഡ് മുതൽ അടുത്ത റെഡ് വരെ ഉണ്ടോ, 1 2 3 4 ആനുലർ റിങ്സ് ആണ് ചേർന്നുണ്ടാക്കിയിരിക്കുന്നത്. റിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അറ്റത്ത് രണ്ടും ആൽഫ റെഡ്, നടുക്ക് ബ്ലൂ രണ്ടും ബീറ്റ റിങ് ആണ് കേട്ടോ. അപ്പോൾ ആൽഫ റിങ് സാൻഡ്വിച്ച്, എന്തിനെ സാൻഡ്വിച്ച് ചെയ്യും? ബീറ്റ റിങ്ങിനെ സാൻഡ്വിച്ച് ചെയ്താണ് കാണുന്നത്. ബീറ്റ റിങ്സിൻ്റെ അതിൻ്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? നമ്മുടെ ആയുധങ്ങൾ, പ്രോട്ടിയോളൈറ്റിക് എൻസൈംസ് ഇരിക്കുന്നത്, പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന എൻസൈംസ് ഇരിക്കുന്നത്. ആൽഫ റിങ്ങിന് പ്രത്യേകിച്ച് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഒന്നും തന്നെ ഇല്ല. ഇനി എൻഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 19S ക്യാപ്പ് കാണാൻ പറ്റും, രണ്ട് എൻഡിലും കാണാൻ പറ്റും. മനസ്സിലായോ? അത് റെഗുലേറ്ററി യൂണിറ്റ്സ് ആണ്. എന്താ ചെയ്യുന്നതെന്ന് നോക്കി, ഇതിൻ്റെ ഉള്ളിലേക്ക് ആരെ കടത്തിവിടണം, അങ്ങനെ സെലക്ട് ചെയ്യുന്നത്, ഏത് പ്രോട്ടീനിനെ കടത്തിവിടണം, ഏതാണ് ഡാമേജ്ഡ്, ഏതാണ് മിസ്ഫോൾഡഡ്, അതിനെ സെലക്ട് ചെയ്ത് കടത്തിവിടുന്ന റോളാണ് 90S ക്യാപ്പിനുള്ളത്. ഒരു റോളും കൂടിയുണ്ട്. ഈ 90S ക്യാപ്പിലെ ചില പ്രോട്ടീൻ സബ് യൂണിറ്റ്സിന് എന്ത് ആക്ടിവിറ്റി ഉണ്ട്? ATPase ആക്ടിവിറ്റി. ATPase എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ATP മൊളിക്കൂൾ, ഒരു ATP മൊളിക്കൂളിനെ ഹൈഡ്രലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് എന്തുണ്ടാവും? ഒരുപാട് എനർജി ഉണ്ടാവും. ആ എനർജി ഉപയോഗിച്ചിട്ട് ഇത് എന്ത് ചെയ്യും? ഇപ്പം ഫോൾഡ് ചെയ്ത് ഈ പ്രോട്ടിയോസോമിലോട്ട് കയറി വരുന്ന പോളിപെപ്റ്റൈഡ് ചെയിനെ അൺഫോൾഡ് ചെയ്യും, ഈ എനർജി റിലീസ് ചെയ്യുന്ന എനർജി ഉപയോഗിച്ചിട്ട്. സോ അതൊക്കെയാണ് 19S ക്യാപ്പിൻ്റെ റോൾ. ഇനി എങ്ങനെയാണ് പ്രോസസ്സ് എന്ന് നോക്കാം. പ്രോട്ടീൻ ഡീഗ്രഡേഷൻ പ്രോട്ടിയോസോമിൽ എന്ന് പറയുന്നത് യുബിക്വിറ്റിൻ മീഡിയേറ്റഡ് പാത്വേ ആണ്. യുബിക്വിറ്റിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് നമുക്ക് വേണ്ടാത്തൊരു പ്രോട്ടീനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യം ചെയ്യുന്നത്, ഇത് വേണ്ടാത്തതാണേ എന്ന് നമ്മൾ എഴുതി ഇങ്ങനെ നമ്മൾ ലേബൽ ചെയ്ത് ഒട്ടിക്കത്തില്ലേ, അത് നമ്മൾക്ക് ലേബൽ ചെയ്യുക. ലേബൽ ചെയ്യുന്ന ആ ലേബൽ എന്ന് പറയുന്നത് യുബിക്വിറ്റിൻ പ്രോട്ടീൻ. കുറേ യുബിക്വിറ്റിൻ പ്രോട്ടീൻ ഇങ്ങനെ ഒരു ഇത് സീക്വൻഷ്യലായിട്ട് ഇങ്ങനെ അതിൻ്റെ ഡീഗ്രേഡ് ചെയ്യേണ്ട പ്രോട്ടീൻ്റെ ഒരറ്റത്ത് അറ്റാച്ച് ചെയ്യും. അപ്പം ആ പ്രോട്ടീനെ അപ്പോൾ നമുക്ക് എന്ത് വിളിക്കാം? യുബിക്വിറ്റിൻ ടാഗ്ഡ് പ്രോട്ടീൻ എന്ന് പറയാം. ആ പ്രോസസ്സിനെ എന്ത് പറയാം? യുബിക്വിറ്റിനേഷൻ എന്നും പറയാം. ഇത്രയും ടാഗ് ചെയ്ത് കഴിയുമ്പോഴാവുന്നു നമ്മുടെ മെഷീൻ. അപ്പോൾ അതിന് മനസ്സിലായി യുബിക്വിറ്റിൻ ഉള്ളത് വേണ്ടാത്തതാണ്. അപ്പോൾ ഈ 19S ക്യാപ്പ് അതിനെ അങ്ങോട്ട് പിടിച്ചു. എന്നിട്ട് ഈ യുബിക്വിറ്റിൻ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമുള്ളതാണ്, അതിനെ റിമൂവ് ചെയ്തു ഫസ്റ്റ്. കണ്ടാ? അപ്പം ഇതിന് ATPase ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞില്ലേ 90S ക്യാപ്പിലെ ചില പ്രോട്ടീൻസ്. ആ ATPase ആക്ടിവിറ്റി ഉപയോഗിച്ചിട്ടാണ് യുബിക്വിറ്റിനെ റിമൂവ് ചെയ്തത്. സോ ഇറ്റ് ഈസ് ആൻ ATP ഡിപ്പെൻഡൻറ്റ് പ്രോസസ്സ്. അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ആ പ്രോസസ്സിനെ ഡീയുബിക്വിറ്റിനേഷൻ, യുബിക്വിറ്റിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്.
റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ എന്നിട്ട് ഈ യുബിക്വിറ്റിൻ മോളിക്യൂൾസ്, യുബിക്വിറ്റിൻ പ്രോട്ടീൻസ്, നോട്ട് മോളിക്യൂൾസ്, ആ പ്രോട്ടീൻ വീണ്ടും റീസൈക്കിൾ ചെയ്യും, വേറെ ഒരു അൺവാണ്ടഡ് പ്രോട്ടീനെ ടാഗ് ചെയ്തിട്ട് പ്രോട്ടിയോസോമിലേക്ക് പിടിച്ചുകൊണ്ട് വരാൻ. ഓക്കെ, അപ്പോൾ ഇത് യുബിക്വിറ്റിൻ ടാഗ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ ഇവിടെ പ്രോട്ടിയോളൈറ്റിക് എൻസൈംസ് ഇല്ലേ ബീറ്റാ റിങ്ങിൽ, അത് ഇതിനെ ഡീഗ്രേഡ് ചെയ്ത് ഇതിൽ നിന്ന് എന്തിനെ റിലീസ് ചെയ്യിക്കും? അതിൻ്റെ സബ് യൂണിറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം. അമിനോ ആസിഡുകൾ വരും. ഈ അമിനോ ആസിഡ് വീണ്ടും സെൽ ഉപയോഗിക്കും വേറെ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യാൻ. ഇങ്ങനെയാണ് ആവശ്യമില്ലാത്ത പ്രോട്ടീനെ പ്രോട്ടിയോസോം ഡീഗ്രേഡ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗനൽ ടു അവർ സെൽ. മനസ്സിലായല്ലോ? സോ ഐ എം ഗോയിങ് ടു വൈൻഡ് അപ്പ് ഹിയർ. താങ്ക് യു. I'm an icon, man. And my girl about a 10. I should fuck her in the Benz.